തൊണ്ടിമുതൽ കേസിലെ ശിക്ഷാവിധിക്കെതിരെ മുൻ മന്ത്രി ആന്റണി രാജു നൽകിയ അപ്പീൽ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. കേസിലെ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ. ശിക്ഷാവിധി തടയണമെന്ന ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, അപ്പോൾ ആന്റണി രാജുവിന് ഇന്ന് നിർണായകമാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? ഇത് രണ്ടാം തവണയാണ് കേസുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ആദ്യത്തെ തവണ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവുകയും അന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ഈ വിചാരണ നടപടികൾ വേഗത്തിലാക്കണം, 1 വർഷം കൊണ്ട് പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു. എന്തായാലും അതിന്റെ ഭാഗമായിരുന്നു വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയായതും ഈ തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു, അതായത് രണ്ടാം പ്രതിയായിട്ടുള്ള ആന്റണി രാജുവിന് 3 വർഷം തടവ് നെടുമങ്ങാട് കോടതി ശിക്ഷയായി വിധിച്ചതും. ഇതിന് പിന്നാലെയാണ് ഈ ശിക്ഷ മരവിപ്പിക്കണമെന്നൊരു ആവശ്യവുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും കേരള ഹൈക്കോടതി സമീപിച്ചെങ്കിലും ഈ രണ്ടിടത്തും ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു, നിരസിക്കുകയായിരുന്നു. എന്തായാലും തൊട്ടു പിന്നാലെയാണ് സുപ്രീം കോടതിയിലും ഈ ആവശ്യമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് ശിക്ഷാവിധി മരവിപ്പിക്കണം എന്നുള്ളതാണ് ഈ നൽകിയിരിക്കുന്ന അപ്പീൽ. ഇതിപ്പോൾ ഇന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുക. എന്തായാലും ഇതിൻ്റെ മറ്റു വശങ്ങൾ എന്താണെന്നുള്ളതായിരിക്കും ഇന്ന് കോടതി പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ശിക്ഷാവിധി മരവിപ്പിക്കാൻ മാത്രം എന്തെങ്കിലും അതിനുള്ള കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും കോടതി ഇന്നൊരു തീരുമാനമെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.